ഹലോ മൈ വേൾഡ്. ഇന്ന് നമുക്ക് എന്താ സ്പെഷ്യൽ എന്ന് അറിയുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു കപ്പ, ആ കപ്പയും കൊണ്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് ഓരി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ആദ്യം ഓരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിലേക്ക് തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എടുക്കുക. ഇതൊക്കെ അരിഞ്ഞ് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, കുരുമുളക്, വലിയ ജീരകം ഇതിട്ട് നന്നായി പൊടിച്ചെടുക്കുക. പിന്നെ മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം എടുത്തിട്ട് ഈ അരിഞ്ഞ് വെച്ച ഉള്ളിയും പൊടികളും എല്ലാം കൂടി ഇതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ ഒരു 5-6 വിസിലടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് കപ്പയും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതും കൂടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ചെറിയുള്ളി വേണം. ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കണ്ടേ. ഞാൻ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു ഊറ്റുവട്ടയിലേക്ക് ഊറ്റി വെച്ചിരുന്നു. അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നങ്ങോട്ട് ഉടച്ചെടുക്കാം. ഈ കപ്പക്ക് മഞ്ഞ കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ നേന്ത്രപ്പൂളിയാണെന്ന്, അല്ലാണ്ട് മഞ്ഞപ്പൊടി ഇട്ടതല്ല കേട്ടോ. അപ്പോൾ നന്നായി ഉടച്ച് വെച്ച് പിന്നെ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് പൊട്ടിക്കുക. പിന്നെ കറിവേപ്പില, ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് നല്ലോണം മൂത്തതിന് ശേഷം അതിന് നമുക്ക് ബീഫിലേക്ക് വെന്തുന്ന ഓരിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പയിലിട്ടിട്ട് ആവശ്യത്തിന് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ട കപ്പ ഉണ്ടായിരുന്നല്ലോ അതിലേക്ക് ഈ ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടുള്ളത് ബിരിയാണി മസാലപ്പൊടിയാണ്. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കണേ.